ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്, അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം നമ്മുടെ ടെറസ് കിച്ചണിൽ എത്തിയിരിക്കുകയാണ്. കുറേ നാളായില്ലേ കണ്ടിട്ട്. ഒരുപാട് പേര് പറയുന്നുണ്ട് ടെറസ് കിച്ചൺ എവിടെ പോയി ചേച്ചി, ടെറസ് കിച്ചണിൽ കയറാത്തതാണ്. ഞാൻ പറഞ്ഞല്ലോ, പുടുമോളുള്ള സമയത്ത് എനിക്ക് കൂടുതലും താഴത്തെ കിച്ചണിൽ നിന്ന് വർക്ക് ചെയ്യാനാണ് എളുപ്പം. അതായത് പെട്ടെന്ന് ജോലി തീർക്കുക, പിന്നെ അത് കഴിഞ്ഞ് പുടുമോളുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുക. ഇന്നിപ്പോൾ ഞാൻ എന്തായാലും പുടുമോള് അത് അങ്ങനെയാണെങ്കിലും അവസാനം ഞാൻ തീരാറാകുമ്പോൾ പുടുമോൾ എത്തുകയും ചെയ്യും. അനുവിൻ്റെ വീട്ടിലേക്ക് പോകുന്ന സമയത്താണ് ഞാൻ സാധാരണയായിട്ട് കുക്ക് ചെയ്യുന്നത്. ഇപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ ഇപ്പോൾ വൈകുന്നേരം പോയിരിക്കുകയാണ്. അപ്പോൾ ഈവനിങ് ഇപ്പോൾ ഇവിടെ ആയതുകൊണ്ട് ചിലപ്പോൾ ഇങ്ങോട്ട് വരാൻ പറ്റില്ലല്ലോ, അത് കാരണം വന്നാലും ഞാൻ അറിയില്ല. ഓക്കെ, അപ്പോൾ ഇന്ന് ആദ്യം ചെയ്യാൻ വിചാരിക്കുന്നത് കുറേ കാര്യങ്ങൾ പ്ലാൻ ചെയ്തിട്ടാണ് ഇന്ന് മുകളിലേക്ക് കയറിയിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് വീഡിയോ ഇത് തന്നെ ആയിക്കോട്ടെ വെച്ചു. കിച്ചൺ ടിപ്സ്, കുറേ നാളായില്ലേ കിച്ചൺ ടിപ്സ് ചെയ്തിട്ട്. കുറച്ച് പൊടിക്കൈകൾ, നമ്മുടെ അടുക്കളയുമായി ബന്ധപ്പെട്ട പൊടിക്കൈകളാണ്. അതിലാദ്യത്തേത് കുക്കർ. സാധാരണ ഇങ്ങനത്തെ കുക്കർ, ഇൻറ്റാലിയൻ. ഓക്കെ, ഇൻറ്റാലിയൻ മാത്രമല്ല, നമ്മൾ സാധാരണ കുക്കറാണെങ്കിൽ അകത്തൊരു ഇൻറ്റാലിയം ആയിരിക്കുമല്ലോ കോട്ടിങ് വരുന്നത്. പുറമേ നല്ല കളർഫുള്ളാണ്. ഇപ്പോൾ റെഡാണെങ്കിലും ഉള്ളിൽ ഒരു ഇൻറ്റാലിയം കളറാണ്. അതിനകത്ത് എപ്പോഴായാലും നമ്മൾ കുറേ കുക്ക് ചെയ്യുമ്പോൾ ഒരു ഡാർക്ക് കളറാകും, കുറച്ച് സ്റ്റെയിനൊക്കെ ആയിട്ട് കളർ മാറും. അപ്പോൾ ഇതുമൊക്കെ അങ്ങനെ തന്നെ ഇരിക്കുവാണ്. അപ്പോൾ അതിനെ എങ്ങനെ ഒന്ന് വെളുപ്പിച്ചെടുക്കാം, അതിൻ്റെ ആ ഒരു സ്റ്റെയിനൊക്കെ മാറ്റാം എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. സിമ്പിളാണ്. കുറച്ച് വെള്ളം ഒഴിക്കുന്നു, തിളപ്പിക്കുന്നു, നാരങ്ങ തോടെ ഇടുന്നു. അപ്പോൾ കാണിച്ചു തരാം എങ്ങനെയാണെന്ന്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് വെള്ളം ഒഴിച്ച് തിളപ്പിക്കാനായിട്ട് വയ്ക്കും. എന്നിട്ട് ഫൈനലായിട്ട് അതെങ്ങനെയാണ് ക്ലീനാക്കി എടുക്കുന്നതെന്ന് കാണാം. കുക്കറിനകത്തുണ്ടാകുന്ന കളർ വ്യത്യാസം, പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഇൻറ്റാലിയം ടൈപ്പ് കുക്കറിനകത്ത്, അല്ലാത്ത ടൈപ്പിലും ഒരു കളർ ഡിഫറൻസ് ഒക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷേ അതിങ്ങനെ നമ്മൾ നിരന്തരം ഉപയോഗിക്കുകയാണെങ്കിലാണ് ആ കളർ വ്യത്യാസം വരുന്നത്. അതൊന്ന് മാറണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ വിനാഗിരി, ഉപ്പ്, അല്ലെങ്കിൽ നാരങ്ങ നീരും നാരങ്ങയുടെ തോടും കൂടി ഞാൻ ഇട്ടിട്ടുണ്ട്. കുറച്ച് വെള്ളം, ഉപ്പ്. ഇതിപ്പോൾ വിനീഗറിന് പകരം ഞാനിതാ ചേർത്തിരിക്കുന്നത്. എന്നിട്ട് തിളപ്പിക്കാനായിട്ട് വെച്ചിരിക്കുന്നത്. നന്നായിട്ട് കുറച്ച് നേരം തിളച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ ആ കളർ, അകത്തുള്ള ആ സ്റ്റെയിനൊക്കെ കുറേയൊക്കെ മാറും. എന്നിട്ട് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുത്താൽ മതി. ഇതാണ് ഒരു പ്രധാനപ്പെട്ടൊരു കാര്യം, കിച്ചൺ ടിപ്പ്. അപ്പോൾ ഇത് കുറേ നേരം തിളപ്പിച്ചു. സിങ്കിലേക്ക് ഒഴിക്കാം. ഇതിനകം നോക്കിയേ, കുറേ വൃത്തിയായി കഴിഞ്ഞു. ഇനി നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുത്താൽ മതി. നോക്കിയേ, നീറ്റ് ആൻഡ് ക്ലീൻ. നല്ല കളർഫുള്ളായി. ഓക്കെ, ഇപ്പോൾ നോക്കൂ, നല്ല നീറ്റ് ആൻഡ് ക്ലീനായി. അപ്പോൾ ആ ഒരു ഗ്ലേസിംഗ് ഒക്കെ വന്നിട്ടുണ്ടോ, ആ സ്റ്റെയിൻ എല്ലാം മാറിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു കുറച്ചുകൂടിയൊക്കെ വൃത്തിയായി. കുറച്ചുകൂടി ആ ഒരു കളർ നീറ്റായിട്ടുണ്ട് ഉള്ളിലെ കാഴ്ച. അപ്പോൾ കണ്ടല്ലോ, എളുപ്പമല്ലേ? ഒരുപാടുമില്ല, ജസ്റ്റ് ഞാൻ ചെയ്ത പോലെ ചെയ്താൽ മതി. ആഴ്ചയിൽ ഒരിക്കൽ അങ്ങനെ ചെയ്യുന്നത് നല്ലതായിരിക്കും തോന്നുന്നു. അതായത് ഇടയ്ക്കിടയ്ക്ക് എന്തായാലും നമ്മൾ കുക്ക് ചെയ്ത് കുളമാകും. അത് കഴിഞ്ഞ് ആഴ്ചയിൽ ഒരു പ്രാവശ്യം അല്ലെങ്കിൽ 2 ആഴ്ചയിൽ ഒരിക്കൽ ചെയ്താൽ നല്ല പുതിയതുപോലെ തന്നെ ഇരിക്കും. ഓക്കെ, ഇതിവിടെ വയ്ക്കട്ടെ. ഇനി കിച്ചൺ ടിപ്പ് നമ്പർ 2 എന്ന് പറയുമ്പോൾ, സാധാരണ നമ്മളിപ്പോൾ എണ്ണ ഒരു പ്രാവശ്യം ഉപയോഗിച്ച എണ്ണ വീണ്ടും ഉപയോഗിക്കാൻ പാടില്ല എന്നാണ്. റീയൂസിങ്. ചില സമയത്ത് പപ്പടം കാച്ചപ്പോഴൊക്കെ സാധാരണഗതിയിൽ ഒരു 2-3 പ്രാവശ്യമൊക്കെ സെയിം എണ്ണ തന്നെ നമ്മൾ ഉപയോഗിക്കും. പക്ഷേ അതിലിങ്ങനെ കുറച്ച് പൊടി അങ്ങനെയൊക്കെ കാണുമല്ലോ, കുറച്ച് എന്തെങ്കിലുമൊക്കെ കുറച്ച് കാര്യങ്ങൾ കാണും. അപ്പോൾ വീണ്ടും പപ്പടം കാച്ചുമ്പോൾ അതിലൊക്കെ പറ്റി പിടിച്ചിരിക്കും. വേറെ എന്ത് കാര്യം ചെയ്താലും അതിൽ കുറച്ച് പറ്റി പിടിച്ചിരിക്കും. അത് വീണ്ടും ഇരുന്ന് കരിഞ്ഞുകൊണ്ടേയിരിക്കും. ആ എണ്ണയിൽ കുറച്ച് പൊടികളോ എന്തെങ്കിലുമൊക്കെ അഴുക്കുണ്ടെങ്കിൽ അത് വീണ്ടും കരിയും. നമ്മൾ വീണ്ടും ചൂടാക്കുമ്പോൾ അത് വീണ്ടും കരിയുവാണല്ലോ. അപ്പോൾ ഒരു 1-2 പ്രാവശ്യം ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ വൃത്തിയാക്കിയെടുക്കണം. അപ്പോൾ കുറച്ച് എണ്ണ ഉള്ളൂ എൻ്റെ കയ്യിൽ, അങ്ങനെ കുറച്ച് പൊടിയൊക്കെ ആയിട്ടിരിക്കുന്നത്. ആ എണ്ണ എങ്ങനെയാണ് വൃത്തിയാക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇത് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും, ഏത് ടൈപ്പ് എണ്ണയാണെങ്കിലും ഇതുപോലെ ഈ ഒരു മെത്തേഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്തുള്ള ആ സ്റ്റെയിനെല്ലാം മാറ്റിയെടുക്കാം. പൊടി അഴുക്കെല്ലാം മാറ്റി നല്ല ക്ലിയർ ആക്കി കിട്ടും. എണ്ണ കുറേ കൂടി ക്ലിയർ ആകും. കണ്ടാലോ, ഇത് നമ്മൾ സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് ബാക്കി വരുന്ന എണ്ണയാണ്. പപ്പടം കാച്ചി അല്ലെങ്കിൽ എന്തെങ്കിലും വറുവലൊക്കെ വറുത്തിട്ട്, അപ്പോൾ കുറച്ച് സ്റ്റെയിൻഡ് ആയിരിക്കും. കണ്ടില്ലേ, അകത്തൊക്കെ കുറച്ച് കരിഞ്ഞൊക്കെ ഇരിക്കുന്നത്. ഇതൊന്ന് വൃത്തിയാക്കി എടുക്കാൻ എളുപ്പ പരിപാടി. നോക്കിക്കോളൂ, ഇതാണ്. ഇതിപ്പോൾ ഞാനൊരു 1.5 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഒരല്പം വെള്ളത്തിൽ കലക്കിയെടുത്താണ്. അപ്പോൾ ഈ എണ്ണ ഇങ്ങനെ തിളച്ച് തുടങ്ങാറാകുമ്പോൾ ഇതൊഴിച്ച് കൊടുക്കാം. അതിൽ കടന്നിട്ട് അതിൻ്റെ അഴുക്ക് കംപ്ലീറ്റ് ഈ കോൺഫ്ലവറിൻ്റെ ഈ ഒരു മിക്സ് പിടിച്ചെടുക്കും. അപ്പോൾ അത് മാത്രം നമ്മൾ അരിച്ചെടുത്ത് കഴിഞ്ഞാൽ എണ്ണ നല്ല ക്ലിയർ ആകും. അത് ഞാൻ ചെയ്ത് കാണിച്ചു തരാം. ഇത് കംപ്ലീറ്റ് ആ എണ്ണയിലെ അഴുക്ക് കംപ്ലീറ്റ് ഈ മാവ് പിടിച്ചെടുക്കും.
അത് കഴിയുമ്പോൾ നമ്മുടെ എണ്ണ ക്ലിയറാവും. എണ്ണ ക്ലിയറായി വരുന്ന നോക്കിയേ. അതായത് നമ്മൾ കലക്കി ഒഴിച്ച് കോൺഫ്ലവറിൻ്റെ മാവ് കണ്ടോ കറുത്തിരിക്കുന്നത്, ആ അഴുക്ക് മുഴുവൻ ഇത് പിടിച്ചു. ഇതാണ് ടെക്നോളജി. എന്നുള്ള ചെറിയ ചെറിയ പൊടിക്കൈ അറിഞ്ഞിരുന്നാൽ നമുക്ക് എളുപ്പമല്ലേ കാര്യങ്ങൾ നടക്കാൻ. ഓയിൽ കളയേണ്ട ആവശ്യമില്ല. ഓയിലുള്ള അഴുക്കെല്ലാം നമ്മൾ അതിൽ നിന്ന് മാറ്റുക. ഇതിനെക്കാട്ടിലും കൂടുതൽ അഴുക്കുള്ള എണ്ണയും കുറേ നന്നായിട്ട് ഇതുപോലെ തന്നെ ക്ലിയറാക്കി എടുക്കാൻ പറ്റും. ഇനി ഇത് എണ്ണയിൽ നിന്ന് മാറ്റാം. എണ്ണ ക്ലിയറായി കഴിഞ്ഞാൽ നമുക്ക് ബോധ്യമായി കഴിഞ്ഞാൽ പിന്നെ മാറ്റാം. ഓക്കെ, ഓക്കെ, ഫുൾ അഴുക്ക് പൊടിയെല്ലാം ഇതിൽ പറ്റിയിട്ടുണ്ട്. ഓക്കെ, ബാക്കി എണ്ണ ഈസ് ക്ലിയർ. അപ്പോൾ കിച്ചൺ ടിപ്പ് നമ്പർ 3 എന്താണ്? മൂന്നാമത്തെ കാര്യം. ഇതിന് മുന്നേ ഞാൻ കാണിച്ചിട്ടുണ്ട് പുതിനയില മല്ലിയിലയൊക്കെ എങ്ങനെയാണ് നമ്മൾ ഫ്രഷായിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കേണ്ടത്. പല മെത്തേഡ്സിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഞാൻ നേരത്തെ കാണിച്ചതിലാണെങ്കിൽ നമ്മളിങ്ങനെ എന്താ പറയുക, നിങ്ങളെ പഴയ വീഡിയോ ഓർക്കുന്നുണ്ടോ എന്നറിയില്ല, ടിഷ്യൂ പേപ്പറിലെല്ലാം പൊതിഞ്ഞ് നമ്മൾ ഒരു എയർ ടൈറ്റ് കണ്ടെയ്നേഴ്സിലൊക്കെ സൂക്ഷിക്കുന്ന മെത്തേഡ്. പിന്നെ ഡെയിലി യൂസിന് പെട്ടെന്ന് എടുക്കാൻ കണക്കാക്കിയിട്ട് ചെയ്യാനാണെങ്കിൽ ഇതുപോലെ വിത്ത് അതിൻ്റെ റൂട്ട്സോടുകൂടി തന്നെ എടുക്കുക. റൂട്ടൊന്നും മാറ്റുന്നില്ല. എന്നിട്ട് ജസ്റ്റ് ഒന്ന് നന്നായിട്ട് കഴുകുക. മണ്ണൊക്കെ ഉണ്ടാവുമല്ലോ, ഇതൊന്ന് കഴുകിയിട്ട് വെള്ളം മാലാൻ വയ്ക്കുക. ഇതിങ്ങനെ മൊത്തത്തിൽ എന്താ പറയുക, ഇലയും എല്ലാം കൂടി ആദ്യം വേര് കഴുകുക. എന്നിട്ട് ഇലയൊക്കെ ഒന്ന് ജസ്റ്റ് കഴുകിയിട്ട് കുറച്ച് നേരം വെള്ളം മാലാനായിട്ട് വയ്ക്കാം. എന്നിട്ട് വേറൊരു ഫ്രഷ് ആയിട്ടൊരു ബോട്ടിൽ എടുക്കുന്നു. അതിനകത്ത് കുറച്ച് വെള്ളം താഴ്ഭാഗത്ത് ഈ വേര് മുങ്ങി നിൽക്കാൻ കണക്കാക്കിയിട്ടുള്ള അത്രയും വെള്ളം, അത്രയും മതി. വേര് മാത്രം മുങ്ങിയാൽ മതിയല്ലോ. അങ്ങനെ വയ്ക്കാം. അപ്പോൾ വേര് മാത്രം നമുക്കൊന്ന് മുങ്ങുന്ന രീതിയിൽ ഇത്രയും മതി, ഇത്രയും. ഓക്കെ, അതിലൊന്ന് മുങ്ങിയിരിക്കണം. വേരിന് കുറച്ച് വെള്ളം കിട്ടണം, അത്രേ ഉള്ളൂ. ഇങ്ങനെ വയ്ക്കുക. എന്നിട്ട് ഒരു പ്ലാസ്റ്റിക് കവർ കൊണ്ട് ഇതിൻ്റെ മുകൾ ഭാഗം ക്ലോസ് ചെയ്യാം. എന്നിട്ട് അത് കണക്കാക്കിയിട്ട് നമ്മൾ അളവെടുത്തിട്ട് ഒരു റബ്ബർ ബാൻഡ് ഇങ്ങനെ ഫിക്സ് ചെയ്യും മുകൾ ഭാഗത്തേക്ക്. ഓക്കെ, വേരിലേക്ക് വാട്ടർ സപ്ലൈ ഉണ്ടല്ലോ, കറക്റ്റാണ്. ഇത് ഇങ്ങനെ വയ്ക്കാം. ഇതിങ്ങനെ വെച്ചിട്ട് നേരെ ഫ്രിഡ്ജിൻ്റെ അകത്തേക്ക് വയ്ക്കാം. ഇതിലിപ്പോൾ സൈഡിലാണ്, കാരണം ഇത്രയും ഹൈറ്റ് ഉണ്ടല്ലോ. അപ്പോൾ കുപ്പി ഇത്രയും ടോളായതുകൊണ്ടാണ്. ഇച്ചിരി കൂടെ ഈ ഹൈറ്റിലുള്ള കുപ്പിയാണെങ്കിൽ അതനുസരിച്ച് ചെയ്യാൻ പറ്റും. ഇതിങ്ങനത്തെ ബോട്ടിൽ. അപ്പോൾ എന്തായാലും വേരിൽ വെള്ളം ഇങ്ങനെ ടച്ച് ചെയ്യുന്ന രീതിയിലാണ് വെച്ചിരിക്കുന്നത്. ഈ ഭാഗം നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഇരുന്നാൽ മതി. ഇങ്ങനെ ഇരുന്നാൽ അത് നല്ല ഫ്രഷായിട്ടിരിക്കും. അപ്പോൾ നമുക്ക് ആവശ്യാനുസരണം അതിൻ്റെ കവർ മാറ്റിയിട്ട് എടുക്കുന്നു, തിരിച്ച് വീണ്ടും കവർ വയ്ക്കുന്നു, എന്നിട്ട് ഉപയോഗിക്കുന്നു. അങ്ങനെ ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു എളുപ്പ പരിപാടിയാണ്. അതായത് ഇൻസ്റ്റൻറ്റ്. നമ്മൾ അല്ലാതെയും ചെയ്യാൻ ഞാൻ പറഞ്ഞല്ലോ, അതിന് മുന്നേ ഞാൻ കാണിച്ചിട്ടുണ്ട്. നന്നായിട്ട് ക്ലീൻ ചെയ്ത് വേരെല്ലാം കട്ട് ചെയ്തിട്ട് പിന്നെ ഇലയും കുറച്ച് തണ്ടും കൂടി ചേർന്ന് നമ്മൾ റാപ്പ് ചെയ്ത് ഒട്ടും തന്നെ വെള്ളമയം ഇല്ലാണ്ടാണ് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്, എയർ ടൈറ്റായിട്ട്. അതിലാണെങ്കിലും ഓക്കെയാണ്. ലെയറായിട്ട് പേപ്പർ ഇട്ട് വെച്ചാൽ മതി. ഇങ്ങനെ ചെയ്താൽ പെട്ടെന്ന് പോയി എടുക്കാം, ഉപയോഗിക്കാം, തിരിച്ച് വയ്ക്കാം. അപ്പോൾ നമ്മൾ ഒരു ദിവസം 2 ദിവസമൊക്കെ ആണെങ്കിൽ ഇതിങ്ങനെ കവർ ചെയ്ത് വെച്ചാൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. വെറുതെ ഇപ്പോൾ റബ്ബർ ബാൻഡ് ഇടാതെ വേണമെങ്കിലും നിങ്ങൾക്ക് കവർ ചെയ്ത് വെക്കാൻ പറ്റും. അതാണെങ്കിൽ പെട്ടെന്ന് എടുക്കാൻ പറ്റും. എന്തായാലും ഇങ്ങനെ ഒരു മെത്തേഡിൽ ചെയ്യാം. ദറ്റ് ഇസ് ടിപ്പ് നമ്പർ 3. ഇനി 4ാമത്തെ ടിപ്പിലേക്ക് പോയാലോ. ഇനി ടിപ്പ് നമ്പർ 4, നമ്മുടെ കിച്ചൺ ടിപ്പിൻ്റെ 4ാമത്തെ. ഇത് എൻ്റെ കത്തി അത്യാവശ്യം മൂർച്ചയുള്ളതാണ്, നാടൻ കത്തി. പക്ഷേ സ്റ്റീൽ ടൈപ്പ് കത്തിയൊക്കെ വരില്ലേ, സ്റ്റീൽ ടൈപ്പ് അങ്ങനത്തെ കത്തിയൊക്കെ വരുമ്പോൾ ചിലപ്പോൾ നമുക്ക് കട്ട് ചെയ്യാനായിട്ട് അത്രയും വലിയൊരു ഷാർപ്നെസ് ഫീൽ ചെയ്യില്ല, ഉള്ളിയൊക്കെ കട്ട് ചെയ്യുമ്പോൾ. അപ്പോൾ എന്താ ചെയ്യേണ്ടത്, കുറച്ച് ഓയിൽ പറ്റുക. ഓക്കെ, ഞാൻ കാണിച്ചു തരാം. എൻ്റെ ഈ കത്തിയിൽ ഓയിൽ ഇത് അങ്ങനെ ഇല്ലാണ്ട് തന്നെ ഷാർപ്പൻ ചെയ്യാൻ പറ്റും. അങ്ങനത്തെ ഒരു കത്തിയാണ്, വലിയ കുഴപ്പമില്ല. പക്ഷെ ഞാൻ പറയുന്നത് സ്റ്റീൽ ടൈപ്പ് നൈഫ്സ്. സ്റ്റീൽ നൈഫ് കത്തിയാൽ എൻ്റെ കയ്യിലിപ്പോൾ ഇല്ല, അല്ലായിരുന്നെങ്കിൽ അതിൽ തന്നെ കാണിച്ചാലായിരുന്നു. പക്ഷേ നിങ്ങൾ ചെയ്യുമ്പോൾ അറിയാമല്ലോ. എന്നിട്ട് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി സ്മൂത്ത്, ഫാസ്റ്റ്. ഇത് നമ്മുടെ സാധാ കത്തിയാണേ, ഇത് നാടൻ കത്തിയാണ്. നാടൻ കത്തി അല്ലാത്ത കത്തിയിലാണ് എണ്ണ തേച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ വളരെ ഷാർപ്പായി കിട്ടും. സ്റ്റീലായിട്ടുള്ള സ്റ്റെയിൻലെസ് സ്റ്റീലിലൊക്കെ ഉള്ള കത്തി ഉണ്ടാവുമല്ലോ, അതൊക്കെ ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്യാം.
ഇതിൻ്റെയും മൂർച്ച കൂടിയിട്ടുണ്ട്. ഇങ്ങനെ ഉരയ്ക്കാണ്ട് തന്നെ ഷാർപ്പൻഡായി കിട്ടും. നല്ല ഷാർപ്പാകും. നമ്മളിങ്ങനെ ഇങ്ങനെ തേക്കേണ്ട ആവശ്യമില്ല. അല്ലാണ്ട് തന്നെ ഓയിലിട്ടിട്ട് ചെയ്യാം. ഞാൻ പറയുന്നത് എസ്പെഷ്യലി സ്റ്റീൽ ടൈപ്പ് കത്തീസിൻ്റെ കാര്യമാണ്. എണ്ണ തേച്ചിട്ട് അരിയുന്നതും എണ്ണ തേക്കാതെ അരിയുന്നതും തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ട്. അങ്ങനെ ഈസി വേയിൽ നമുക്ക് ഉള്ളി എല്ലാ കാര്യങ്ങളും വെജിറ്റബിൾസ് എല്ലാം കട്ട് ചെയ്യാം. ഉള്ളിയാണല്ലോ നമ്മൾ ഏറ്റവും കൂടുതൽ കട്ട് ചെയ്യുന്നത്. ഏത് കറി ഉണ്ടാക്കിയാലും ഉള്ളി മസ്റ്റാണ്. മോസ്റ്റ് ഓഫ് ദ കറീസ് ഒണിയൻ ഫ്രീ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും, അത് വേറെ കാര്യം. പക്ഷേ ഇതൊരു ഈസി ആയിട്ടുള്ള മെത്തേഡാണ് ഷാർപ്പനിങ് ദ നൈഫ്, എസ്പെഷ്യലി സ്റ്റെയിൻലെസ് സ്റ്റീൽ ടൈപ്പ് ഓഫ് നൈഫ്. ഇനി 5ാമത്തെ ടിപ്പ് കണ്ടാലോ, കിച്ചൺ ടിപ്പ്. ഞാൻ ഇതിന് മുന്നേ കാണിച്ചിട്ടുണ്ട്. അത് വേറൊരു മെത്തേഡിലാണ്. നമ്മുടെ ഈ ചായ അരിക്കുന്ന സ്റ്റീലിൻ്റെ അരിപ്പ. ഇത് കുറേ ദിവസം കഴിയുമ്പോൾ സ്വാഭാവികമാണ്, എല്ലാവരുടെ വീട്ടിലെയും അങ്ങനെ ചായ അരിക്കുന്നതിൻ്റെ ചായയുടെ കറ കൊണ്ടിട്ട് കറക്കാറുണ്ട്. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? പല രീതികളുണ്ട്. ഞാൻ ഇതിന് മുന്നേ കാണിച്ചത് വെള്ളത്തിലിട്ട് തിളപ്പിക്കുന്ന ഒരു മെത്തേഡാണ്. ഇതല്ല, തീയുടെ മുകളിൽ ഇങ്ങനെ പിടിക്കാം, ഫ്ലെയിമിൻ്റെ മുകളിൽ അങ്ങോട്ട് പുകഞ്ഞ് വരും. അയ്യോ, നമ്മുടെ മൂക്കെല്ലാം കത്തി. ഭയങ്കര ഒരു സ്മെല്ലാണ്. ആ സ്മെല്ലൊക്കെ സഹിക്കണം, അത്രേ ഉള്ളൂ. ബട്ട് ഇറ്റ്സ് ഓക്കെ. ഇത് ക്ലീൻ ആക്കുക എന്നുള്ളതാണ് നമ്മുടെ പർപ്പസ്. പുകഞ്ഞ് വരും. പുകാതെ പറഞ്ഞ പോലെയായി. പക്ഷെ ഒരു ഈസി ക്ലീനിങ് വേ ആട്ടോ ഇത്. കുറേ നേരം കഴിഞ്ഞപ്പോൾ പുകയെല്ലാം കുറഞ്ഞു. ബിക്കോസ് ഇതിനകത്തുണ്ടായിരുന്ന അഴുക്കെല്ലാം കഴിഞ്ഞു എൻ്റെ പരിപാടി. ഓക്കെ, ഇനി ഒന്ന് കഴുകിയെടുക്കാം, അത്രേ ഉള്ളൂ. തീ ഓഫ് ചെയ്യുന്നു. പൈപ്പ് തുറന്ന് ആദ്യം ഒന്ന് നനയ്ക്കാം. എന്നിട്ട് കുറച്ച് വാഷിങ്ങിൻ്റെ ബ്രഷും വളരെ വൃത്തിയായിട്ടുണ്ട്. കണ്ടോ, എൻ്റെ കൈ കാണാം, കുറച്ച് ക്ലിയറായി. നീറ്റ് ആൻഡ് ക്ലീൻ. ഇല്ലല്ലേ? ആഹാ, നല്ല തിളങ്ങുന്നു വൃത്തിയായിട്ട്. വാവ്, നോക്കി, സോ നീറ്റ് ആൻഡ് ക്ലീൻ. കണ്ടോ കളറ്, നല്ല കളറായി. ചായയുടെ കറയൊക്കെ പോയി. ഓക്കെ ഫൈൻ. ഇത് തന്നെയാണ് പരിപാടി. ഇതുപോലെ ചെയ്താൽ മതി. ഓക്കെ, ഇതും ആഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും ഇങ്ങനെ ചെയ്താൽ വൃത്തിയാകും. നല്ലതായിട്ട് ചെയ്യാൻ പറ്റും. ഈസിയാണ്, ഇത് പെട്ടെന്ന് തന്നെ. ആ ഒരു പുകച്ചിലും ബഹളമൊക്കെ ആ ഒരു അഴുക്കിടുന്നെല്ലാം അത് കത്തി കഴിഞ്ഞപ്പോൾ തീർന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ജസ്റ്റ് വെള്ളത്തിൽ നല്ലൊരു ഡിഷ് വാഷർ വെച്ചിട്ട് നല്ലൊരു ബ്രഷ് വെച്ച് നന്നായിട്ട് ഉരച്ച് കഴുകിയാൽ മതി. വെയിറ്റ്, അപ്പോൾ അതൊരു സൈഡിലിരിക്കട്ടെ. അപ്പോൾ ടിപ്പ് നമ്പർ 6 എന്താ അറിയോ, നമുക്ക് വെളുത്തുള്ളി എല്ലാം സൂക്ഷിക്കാനുള്ളൊരു എളുപ്പപ്പണി പറഞ്ഞു. എളുപ്പമാണ്. നമ്മുടെ വീട്ടിൽ എന്തായാലും അരി ഉണ്ടാവും. നമ്മൾ അരി കണ്ടെയ്നേഴ്സിലായിരിക്കും ഇട്ട് വെച്ചിരിക്കുന്നത്. ഒന്നുകിൽ വലിയ കണ്ടെയ്നേഴ്സ് അല്ലെങ്കിൽ കുടത്തിലോ കലത്തിൽ അങ്ങനെയൊക്കെ കെട്ടി വയ്ക്കില്ലേ, വലിയ ഭരണിയിലോ ഒക്കെ. ഏതിലാണോ അരി സൂക്ഷിക്കുന്നത് അതിനകത്തേക്ക്, ഇതിപ്പോൾ ചമ്പാവരിയാണ്, ബോയിൽഡ് റൈസ്, ഇതിനകത്തേക്ക് ഓരോന്നായിട്ട് ഇട്ട് വയ്ക്കുക. അരി എടുത്തിട്ട് അതിനകത്തേക്ക് ഇതിനെ പൂഴ്ത്തി വയ്ക്കുക. ഇതിപ്പോൾ കുറച്ച് അരി കുറവാണ്, പക്ഷേ സാധാരണ ഇതിൽ കൂടുതലുണ്ടാവുമല്ലോ. ഇത് കംപ്ലീറ്റ് അകത്ത് കിടന്നോട്ടെ. കവർ ചെയ്ത് വെച്ചാൽ മതി.
ഇങ്ങനെ വെച്ചിരുന്നാൽ വെളുത്തുള്ളിയുടെ ആയുസ് കൂടും, കൂടുതൽ കാലം നമുക്ക് ഉപയോഗിക്കാൻ പറ്റും, കേടാകാണ്ട് സൂക്ഷിക്കാം. ആവശ്യമുള്ളപ്പോൾ കൈ എടുത്തിട്ട് അരിക്കകത്തിട്ടാൽ മതി. ആവശ്യമുള്ള വെളുത്തുള്ളി പുറത്തേക്ക് എടുക്കുക, എന്നിട്ട് തോട് കളഞ്ഞ് ഉപയോഗിക്കുക. എങ്ങനെയുണ്ട്? എളുപ്പമല്ലേ? ഈസി വേ ആണ്. അപ്പോൾ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് വെളുത്തുള്ളി സൂക്ഷിക്കേണ്ട. വെളുത്തുള്ളി ഇങ്ങനെ കുറേ ദിവസം വെളിയിലിരുന്ന് കഴിഞ്ഞാൽ അത് എന്താ പറയുക, അതിൻ്റെ മോയ്സ്ചറൊക്കെ പോയിട്ട് ചില സമയങ്ങളിൽ അതിങ്ങനെ ചുക്കി ചുക്കി ചെറുതായി അത് ഉണങ്ങിയൊക്കെ പോവും. അതല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കേടായി പോവും. പല രീതിയിലാണ് അതിൻ്റെ ഒരു പ്രവർത്തനം വരുന്നത്. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ സേഫാണ്. അതല്ലാന്നുണ്ടെങ്കിൽ അത് സ്കിന്നൊക്കെ കളഞ്ഞിട്ട് നമ്മൾ അങ്ങനത്തെ പാക്കിങ്ങോടുകൂടി നല്ല ബോക്സിനകത്ത് പേപ്പറിൽ ടിഷ്യൂ പേപ്പറിലൊക്കെ പൊതിഞ്ഞ് സൂക്ഷിക്കണം. അത് നമ്മൾ സ്കിന്നൊക്കെ കളഞ്ഞിട്ട് സൂക്ഷിക്കാനാണെങ്കിൽ, പെട്ടെന്ന് ഉപയോഗിക്കാനാണെങ്കിൽ, കുറച്ച് കൂടുതലായിട്ട് നമ്മൾ വാങ്ങിച്ച് സ്റ്റോർ ചെയ്ത് വെക്കുന്നതാണെങ്കിൽ ഇതുപോലെ സ്റ്റോർ ചെയ്യുക. അതിൽ നിന്ന് ആവശ്യാനുസരണം എടുത്തിട്ട് നമ്മൾ സ്കിന്നൊക്കെ കളഞ്ഞിട്ട് തോട് കളഞ്ഞ് വെളുത്തുള്ളിയായിട്ട് വെക്കുക. ദാറ്റ്സ് അനദർ മെത്തേഡ്. അപ്പോൾ രണ്ട് രീതിയിലും ചെയ്യാം. ഇത് കൂടുതൽ സ്റ്റോറേജ് ഒരു 1/2 കിലോ ഒക്കെ മേടിച്ച് ഇതിനകത്ത് വെക്കുക. അതിൽ നിന്നൊരു 100 ഗ്രാമോ 200 ഗ്രാമോ എടുത്തിട്ട് നമ്മൾ തോട് കളഞ്ഞ് വെക്കാം. അങ്ങനെ അത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. അല്ലെങ്കിൽ നമ്മൾ പേസ്റ്റാക്കി വെക്കുന്നതാണെങ്കിൽ അറിയാമല്ലോ, അത് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. പേസ്റ്റ് രൂപത്തിൽ അരച്ചിട്ട് ഇച്ചിരി ഓയിലും കൂടി ചേർത്തിട്ടാണ് നമ്മൾ അരയ്ക്കുന്നത്. സ്റ്റോർ ചെയ്യുക. അതാണ് ഗാർലിക് പേസ്റ്റ്. അപ്പോൾ ഇതൊരു ഈസി വേ ഓഫ് അതിൻ്റെ ഫുൾ സ്കിന്നോട് കൂടി ഫുൾ കവറേജ് ആയിട്ട് ഹോൾ ഗാർലിക് സൂക്ഷിക്കുന്നൊരു മെത്തേഡ്. ഇനി നമ്മൾ അടുത്ത പരിപാടി, 7ാമത്തെ കിച്ചൺ ടിപ്പ്. സാധാരണ ചില നമ്മൾ എന്താ പറയുക, ബീഫ് ഉലർത്തിയത്, ചിക്കൻ്റെ നാടൻ പ്രിപ്പറേഷൻ, അതിലൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നത്, കുറച്ച് തേങ്ങാക്കൊത്ത് ഇടില്ലേ, അതായത് തേങ്ങ ഇങ്ങനെ ഇളക്കി അതിൽ നിന്ന് കഷ്ണങ്ങളാക്കി. ഇതൊന്ന് ഇളക്കാൻ ശ്രമിച്ചു നോക്കൂ, ഭയങ്കര പാടാണ്. ഇങ്ങനെ സാധാരണഗതിയിൽ കുറേ സമയം എടുക്കും. ഓക്കെ, ഇങ്ങനെ എടുക്കണം. ഭയങ്കര പാടാണ്. പറ്റില്ല എന്നല്ല, പറ്റും, പക്ഷേ ഇറ്റ് ടേക്സ് ടൈം. ഇതെങ്ങനെ ഇളക്കുമ്പോൾ ഇളക്കിയെടുക്കും ഇച്ചിരി ഡിഫിക്കൽട്ടാണ്, എങ്കിലും നമുക്ക് ഇളക്കിയെടുക്കാം, അത്രേ ഉള്ളൂ. പക്ഷേ ഇനി എളുപ്പ പരിപാടി പറഞ്ഞുതരാം. കുറച്ച് വെള്ളം എടുക്കുന്നു, ഈ തേങ്ങ ഇട്ട് വയ്ക്കുന്നു, ഇങ്ങനെ ഡിപ്പ് ചെയ്ത്. ഇനി തിളയ്ക്കട്ടെ നന്നായിട്ട്. തിളച്ച് വരുമ്പോൾ ഒരു മാറ്റം ഉണ്ടാകും. അത് കഴിഞ്ഞാൽ ഈസി ആയിട്ടത് ഇളക്കിയെടുക്കാൻ പറ്റും. കാണിച്ചു തരാം. അപ്പോൾ അത് ഇച്ചിരി സമയം എടുക്കുമല്ലോ തിളയ്ക്കാനായിട്ട്. ആ സമയം കൊണ്ട് ഞാൻ 8ാമത്തെ കിച്ചൺ ടിപ്പും കൂടി പറയാൻ പോണു. അത് ബ്രെഡ് നമ്മൾ സൂക്ഷിക്കേണ്ട ഒരു മെത്തേഡാണ്. അത് വേറൊന്നുമല്ല, ഈ ഒരു ബ്രെഡ് പാക്കറ്റ് നമ്മൾ വാങ്ങുകയാണെങ്കിൽ സാധാരണയായിട്ട് എപ്പോഴും എല്ലാ പ്രാവശ്യവും നമ്മൾ ബ്രെഡ് വാങ്ങുമ്പോൾ ഏറ്റവും മുകളിലത്തെ പീസുണ്ടല്ലോ, ഇതാർക്കും ഇഷ്ടമല്ല അല്ലേ, ഇത് അതുപോലെ ഏറ്റവും ബാക്കിലിരിക്കുന്ന പീസും, ഇത് രണ്ടും എൻഡ് പീസസാണ്. അത് വലിയ ഇഷ്ടക്കേടാണ്. അതിങ്ങനെ എടുത്ത് കളക്ട് ചെയ്തുകൊണ്ടിരിക്കുക. എല്ലാ ബ്രെഡിൻ്റെയും നമ്മൾ കവറിനകത്ത്, വേറൊരു കവറിനകത്ത് ഇതിങ്ങനെ ഇട്ടിട്ട് ഫ്രിഡ്ജിനകത്ത് സൂക്ഷിച്ചാൽ അത് ഇച്ചിരി ഡ്രൈ ആയിരിക്കുന്നേ ഉള്ളൂ. അത് എന്നിട്ട് എന്ത് ചെയ്യണം, അത് കളയേണ്ട ആവശ്യമില്ലല്ലോ, അതൊന്ന് പൊടിച്ചെടുക്കാം. പൊടിച്ചെടുത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്ത് വെച്ചാൽ നമുക്ക് ബ്രെഡ് ക്രംസ് ആയിട്ട് യൂസ് ചെയ്യാം. അത് ഒരു കാര്യം. അപ്പോൾ അതിപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. പിന്നെ 2ാമത്തെ കാര്യം, നമ്മൾ ബ്രെഡ് പാക്കറ്റ് വാങ്ങിയിട്ട് ഇതിനകത്ത് ബാക്കി വരുന്ന ബ്രെഡ്സ് സൂക്ഷിക്കാനായിട്ട് ഫ്രിഡ്ജിൽ വെക്കാതെ പുറത്ത് സൂക്ഷിക്കണമെന്നുണ്ടെങ്കിൽ ഇതിനകത്തൊരു സെലറി സ്റ്റിക്കും കൂടി ചേർത്ത് വെച്ചിട്ട് ഇങ്ങനെ ഫ്രൈ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് പൂപ്പടിക്കില്ല. അതും മറ്റൊരു ടിപ്പ്. ബ്രെഡിൻ്റെ 2 കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇതിപ്പോൾ ഞാനൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. ഓക്കെ, ഇങ്ങനത്തെ പീസാണ് നമ്മൾ കളക്ട് ചെയ്ത് വയ്ക്കുന്നത്. സാധാരണ കളക്ട് ചെയ്ത് വെക്കണം, കളയാണ്ട് വെച്ചാൽ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ മതി. കുറച്ചുകൂടി ഡ്രൈ ആകും ഫ്രിഡ്ജിൻ്റെ അകത്ത് ഇരിക്കുകയാണെങ്കിൽ. അപ്പോൾ കുറച്ചുകൂടി ഈസിയാണ് പൊടിച്ചെടുക്കുമ്പോൾ. ഞാനിത് കുറച്ച് കൂടുതലായിട്ട് എടുത്ത് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ബ്രെഡ് പീസസ് എല്ലാം ഒരു 6ഓളം എന്ന് വെച്ചോളൂ. 6 അതുപോലത്തെ എൻ പീസസ് കിട്ടിയാൽ പൊടിച്ചെടുക്കാം. ഫൈൻ പൗഡറായിട്ട് പൊടിക്കും. യെസ്, ഇപ്പോൾ 2 പ്രാവശ്യമായിട്ടിട്ടാണ് പൊടിച്ചത്. ഇനി ഒരു ഹാഫും കൂടി ഉണ്ട്. അങ്ങനെ ബ്രെഡ് ക്രംസ് എല്ലാം പൊടിച്ചെടുത്ത്. ഓക്കെ, ബ്രെഡിൻ്റെ പീസാണ് ഇങ്ങനെ പൊടിച്ചെടുത്തിരിക്കുന്നത്, എൻഡ് പീസുകൾ. അപ്പോൾ ഇങ്ങനെ പൊടിച്ചെടുത്ത് കഴിഞ്ഞാൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഇത് നമ്മൾ കൂടുതൽ ദിവസം വെച്ചേക്കാനാണ്. നമ്മൾ ബ്രെഡ് ക്രംസ് ആക്കി വറുത്ത് വെച്ചാൽ കൂടുതൽ ദിവസം. കട്ട്ലേറ്റ് ഉണ്ടാക്കുമ്പോൾ, മീറ്റ് ബോൾസ് ഉണ്ടാക്കുമ്പോൾ, നമുക്ക് ചില കറികളിൽ തിക്നെസ് ഭയങ്കര ലൂസായി പോയാൽ, അപ്പോൾ ഉരുളക്കിഴങ്ങ് ഉടച്ച് ചേർത്തൊക്കെ നമുക്ക് ലൂസ് മാറ്റാൻ പറ്റും. പക്ഷേ അതിനെക്കാട്ടി എളുപ്പമാണ് ബ്രെഡിൻ്റെ പൊടി ഇട്ടാൽ മതി. ബ്രെഡ് ക്രംസ് ഇട്ട് കഴിഞ്ഞാൽ നല്ല കൊഴുപ്പ് കിട്ടും. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾക്ക് നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഒരാഴ്ച എത്ര നാൾ വേണമെങ്കിലും ഇത് കേടാകാണ്ടിരിക്കും. ഇനി ഇൻസ്റ്റൻ്റായിട്ട് ഉപയോഗിക്കാനാണെങ്കിൽ ഇതുപോലെ പൊടിച്ചിട്ട് നമുക്ക് ഉപ്പുമാവ് പോലെ നമുക്ക് ചെയ്യാൻ പറ്റും. താളിച്ചിട്ടിട്ട് ബ്രെഡ് ഉപ്പുമാവ് ഉണ്ടാക്കാം. 2ാമത്തെ ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ അവലോസ് പൊടി പോലെ ആക്കിയെടുക്കാം. അതായത് നമ്മൾ എന്താ പറയുക, ബ്രെഡ് അവലോസ് പൊടിയായിട്ട് എടുക്കാം. തേങ്ങയും പഞ്ചസാരയൊക്കെ ചേർത്തിട്ട്
കുറച്ച് നെയ്യൊക്കെ ചേർത്തിട്ട് അങ്ങനെയും ചെയ്യാം. ബ്രെഡ് ഉണ്ട ഉണ്ടാക്കിയെടുക്കുക, അരിയുണ്ട. പുറത്ത് മഴ തുടങ്ങി. അപ്പോൾ ഇനി ഇച്ചിരി വോയിസ് ഡിസ്റ്റർബൻസ് ഉണ്ടാവും. കാര്യം നമ്മൾ ഈ ഏറ്റവും മുകളിൽ റൂഫിൻ്റെ മുകളിൽ വെള്ളം വീഴുമ്പോൾ ഒരു ശബ്ദം ഉണ്ടാവും. ഓക്കെ, നമുക്കിത് അടുപ്പിലേക്ക് ഞാൻ പാത്രം വെച്ചു. ഇനി ഇതൊന്ന് വറുത്തെടുക്കുന്നു. ഓക്കെ, ഒന്ന് ഡ്രൈ ആക്കിയെടുക്കും. ഇത് ഒരുപാട് നാൾ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, സ്റ്റോറേജിന് വേണ്ടി കുപ്പിയിലിട്ട് സൂക്ഷിക്കും. അപ്പോൾ അതിൻ്റെ ആ ഒരു വെറ്റ് ഫീലിംഗ് പോകണം. നല്ല ഡ്രൈ ആയിട്ട് നല്ല കരുകരുപ്പായിട്ട് വരണം. അതാണല്ലോ നമ്മുടെ ബ്രെഡ് ക്രംസ് എങ്ങനെയാണോ അതുപോലെ ഡ്രൈ ബ്രെഡ് ക്രംസ്. ഇതാണ് നമ്മുടെ ഡ്രൈ ബ്രെഡ് ക്രംസ് ചെയ്യാൻ പോണ രീതി. ഇങ്ങനെ നമുക്ക് ചെയ്ത് സൂക്ഷിക്കാം. ഓവനൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ വേണമെങ്കിൽ ഇത് ഇങ്ങനെ ഒരു ട്രേയിൽ വെച്ചിട്ട് അതിനകത്തേക്ക് വെച്ചിട്ട് ഡ്രൈ ആക്കി എടുത്താൽ മതി. ഒരു 160 ഡിഗ്രിയിലൊക്കെ 150 ഒക്കെ മതി. 140 150 ആ ഒരു ചൂടിൽ കുറച്ച് നേരം വെച്ച് കഴിഞ്ഞാൽ നല്ല ഡ്രൈ ആയി കിട്ടും. അപ്പോൾ ഓവൻ ഇല്ലാത്തവർക്ക് ഇതുപോലെ ഡ്രൈ ആക്കാനായിട്ട് ഇതുപോലെ ഞാനിപ്പോൾ ചെയ്യുന്ന പോലെ അടുപ്പിൽ വെച്ചിട്ട് ഇങ്ങനെ കൈയെടുക്കാണ്ട് ഇളക്കണം. ഓക്കെ, നല്ല ഉണങ്ങി നല്ല എന്താ പറയുക കരുകരുപ്പായിട്ട് വരുന്നവരെ ഇങ്ങനെ ഡ്രൈ ചെയ്യണം. ഡ്രൈ ഫ്രൈ ആണ്, നോ ഓയിൽ നത്തിങ്. ഇങ്ങനെ തന്നെ ചെയ്താൽ മതി. നമ്മുടെ ബ്രെഡ് ക്രംസ് റെഡി ആയി കഴിഞ്ഞു. ഞാൻ തീ ഓഫ് ചെയ്തു. നോക്കിയാൽ നല്ല കരുകരുപ്പായിട്ട്. തണുത്ത് കഴിയുമ്പോൾ കുറച്ചുകൂടി നല്ലതായിട്ട് സെറ്റാണ്. നല്ല കരുകരുപ്പായി കഴിയും. ഓക്കെ, ഡ്രൈ ഇതാണ് നമ്മൾ ഡ്രൈ ആയിട്ട് വാങ്ങുന്ന ബ്രെഡ് ക്രംസ് പോലെ ഏതാണ്ടായി കഴിഞ്ഞു. ഇവിടെ തിളച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഈ സമയം കൊണ്ട് നമ്മൾ നോക്കിയാൽ ഇനി ഇതിനെ ഞാനിപ്പോൾ പൗഡർ ചെയ്ത് ഇനി ഇതെന്താ ചെയ്യണമെങ്കിൽ കുറച്ചുകൂടി ഫൈനായിട്ട് ഇത് പൗഡേർഡ് ആവണമെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി ഒന്ന് മിക്സിയിലിട്ട് ഒരടിയും കൂടി അടിച്ചാൽ ഇതിലും ഫൈൻ പൗഡറായിട്ട് കിട്ടും. പക്ഷേ ഇത് മതി. നമ്മൾ കട്ട്ലേറ്റ് അങ്ങനത്തെ കാര്യങ്ങൾക്ക് ഇത് ധാരാളം. പിന്നെ എന്താ പറയുക, കറീസൊക്കെ ചിക്കൻ ചെയ്യാനാണെങ്കിലും ഓക്കെയാണ്, നോ പ്രോബ്ലം. ഇതിൽ നിന്ന് 1 2 3 ടേബിൾ സ്പൂണൊക്കെ എടുത്തിട്ടാൽ മതി. ഓക്കെ, ഡ്രൈ ബ്രെഡ് ക്രംസ് ഇതൊന്ന് തണുക്കട്ടെ. അത് കഴിഞ്ഞാൽ കുപ്പിയിലിട്ട് സൂക്ഷിക്കും. ശബ്ദം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവുമല്ലോ, ഇതിനൊരു ഇളക്കുമ്പോൾ കിട്ടുന്നൊരു സൗണ്ട്. ആ ഒരു കരുകരുപ്പാണത് ഫീൽ ചെയ്യുന്നത്. കരുകരുപ്പാണ് ഇങ്ങനെ കേൾക്കുന്നത്, ഒരു കിലുങ്ങുന്ന മാതിരി. അതാണ് ശബ്ദം. ഓക്കെ, കഴിഞ്ഞു. ഒന്ന് തണുത്ത് കഴിഞ്ഞാൽ കുപ്പിയിലാക്കാം. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് സൂക്ഷിക്കാൻ പറ്റുന്നൊരു ഏറ്റവും എളുപ്പമുള്ളൊരു വഴി. ഇത് ലെഫ്റ്റ് ഓവർ സാധനം വെച്ചിട്ടാണ് ഞാനിത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ബാക്കി വരുന്ന സാധനങ്ങൾ നമ്മൾ യൂസ് ചെയ്യുന്ന രീതിയാണ് ഞാനിപ്പോൾ കാണിച്ചിരിക്കുന്നത്. ഇത് നമ്മളിനി ഇതിനു വേണ്ടി ബ്രെഡ് വാങ്ങിച്ച് പൊടിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ വാങ്ങുന്ന ബ്രെഡിൽ നിന്നും ഈ 2 എൻഡ് പീസ് കഴിക്കാതെ വരുന്നത് കളക്ട് ചെയ്ത് വെച്ച് ഇതിപ്പോൾ ഒരു 6 സ്ലൈസ് ബ്രെഡ് മാത്രമേ ഉള്ളൂ. അത് ഇത്രയും കിട്ടി. ഏകദേശം എത്ര വരും? ഇത് ഒരു കപ്പിൽ കൂടുതലുണ്ട്. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ ചെയ്താൽ 1.5 കപ്പിൽ കൂടുതലുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്യാം. അപ്പോൾ നമ്മൾ ഒരു കാര്യവും കളയും, നമ്മളൊന്നും വേസ്റ്റ് ചെയ്യുന്നില്ല. വേസ്റ്റേജ് മിനിമം ആക്കാം. അത്ര ഏറ്റവും കുറച്ച് വേസ്റ്റേജ് മതി. അപ്പോൾ ഇങ്ങനെ കുറച്ചൊന്ന് മെനക്കെട്ടാൽ മാത്രം മതി. നമ്മൾ അതിനായിട്ട് ഇച്ചിരി സമയം മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ നമുക്ക് എപ്പോഴും സമയം സൗകര്യം കിട്ടുന്ന അപ്പോൾ ചെയ്താൽ മതി. നമ്മൾ കളക്ട് ചെയ്യുമ്പോൾ ബ്രെഡിൻ്റെ മിക്ക വീടുകളിലും ബ്രെഡ് വാങ്ങുന്ന വീടുകളല്ലേ, എന്തെങ്കിലും കുട്ടികൾക്ക് പൊതുവെ ഇഷ്ടമാണല്ലോ. അത് മാത്രമല്ല പെട്ടെന്ന് നമുക്ക് പല കാര്യങ്ങളും ബ്രെഡ് കൊണ്ട് ചെയ്യാൻ പറ്റും. ഏറ്റവും വെർസറ്റൈലായിട്ടുള്ളൊരു കാര്യമാണ് ബ്രെഡ്. പിന്നെ ഇതിന് പകരം വീറ്റ് ബ്രെഡ് ആണെങ്കിലും അങ്ങനെ ഏത് ബ്രെഡാണെങ്കിലും കുഴപ്പമില്ല, എങ്ങനെയാണെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു വർക്ക് ചെയ്യാൻ ഇഷ്ടമുള്ളൊരു കാര്യമാണ് ബ്രെഡ്. എനിക്കതിൽ പല കാര്യങ്ങൾ ചെയ്യാൻ ഇഷ്ടമാണ്. പെട്ടെന്ന് ചെയ്യാനായിട്ട് പറ്റുകയും ചെയ്യും, ഈസിയാണ്. ഒന്നുമില്ലെങ്കിലും നമുക്ക് ബ്രെഡ് വീട്ടിലുണ്ടെങ്കിൽ ഹാപ്പി അല്ലേ. അതുപോലെ ഇതും വീട്ടിൽ സൂക്ഷിച്ചാൽ വളരെ നല്ലതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ തണുത്തു. അപ്പോൾ ഞാനിപ്പോൾ ഒരു സിപ്പ് ലോക്ക് കവറിനകത്താണ് മാറ്റി. ഓക്കെ, ഇത് സൂക്ഷിച്ച് വയ്ക്കും. ആവശ്യാനുസരണം ഉപയോഗിക്കും. സ്മോൾ ക്വാണ്ടിറ്റിയാണ്, പക്ഷേ ഇതുപോലെ ആവശ്യത്തിന് എടുക്കാമല്ലോ. ഇനി ഇതിലും ഫൈൻ ആക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, മിക്സിയിൽ ജസ്റ്റ് ഒന്ന് അടിച്ചാൽ മതി. ഇത് കഴിഞ്ഞിട്ട് ഇതുപോലെ അത് പൊടിഞ്ഞോളും. കുറച്ചുകൂടി ഫൈൻ ആവണമെന്നുണ്ടെങ്കിൽ. തേങ്ങ റെഡി ആയി കഴിഞ്ഞു. ഞാൻ കുറച്ച് ചൂടായതുകൊണ്ട് തണുത്ത വെള്ളത്തിലേക്ക് മാറ്റും. അപ്പോൾ ഇന്ന് കുറച്ച് നേരം വെള്ളത്തിൽ തണുക്കാൻ വെച്ചിട്ട് നമ്മളൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ജസ്റ്റ് ഒന്നിങ്ങനെ ആക്കി കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നോക്കിയേ, ഇങ്ങനെ പിടിച്ചാൽ തന്നെ ഇറങ്ങി വരും. കണ്ടോ, അതിൻ്റെ ചിരട്ടയിൽ നിന്നും പെട്ടെന്ന് തന്നെ ഇളകും.
അപ്പോൾ ഇത് നന്നായിട്ടിങ്ങനെ ഒന്ന് ചുറ്റി കൊടുക്കുക കത്തി. ഇടയ്ക്ക് ഇവിടെ നിന്ന് കുറച്ച് ഇളകിപ്പോയി, അതേപോലെ തന്നെ ഇളക്കിയെടുത്താണ് ഈസി ആയിട്ട് മതി. ഇത് ഏകദേശം ഒരു അരമണിക്കൂറോളം ഞാനിങ്ങനെ വെള്ളത്തിൽ തിളപ്പിച്ചുകൊണ്ടിരുന്നു. അത് കഴിഞ്ഞിട്ട് എടുത്ത് തണുത്ത വെള്ളത്തിലിട്ട് ഒന്ന് കൂളായി കഴിഞ്ഞിട്ടാണ് ഇളക്കിയെടുത്തത്. ഇത് ഇനിയിപ്പോൾ എന്ത് എളുപ്പമാണ്, നമുക്ക് ഈസി ആയിട്ട് കട്ട് ചെയ്യാമല്ലോ. നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. അപ്പോൾ എളുപ്പമാണ്, ഇതുപോലെ നമുക്ക് അല്ലെങ്കിൽ ഭയങ്കര പാടാണ് കിട്ടാൻ. അപ്പോൾ ഇതിങ്ങനെ ഒരു അരമണിക്കൂറോളം തിളപ്പിച്ചു. ഈസി ആയിട്ട് നമുക്ക് പീസസ് ആയിട്ട് എടുക്കാം. നമ്മൾ വേറെ ജോലിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇടയ്ക്കിത് അടുപ്പിലൊരു സൈഡിൽ ഇട്ടിരുന്നാൽ മതി. എന്ത് ഈസി നോക്കേ, സുഖമായിട്ട്. ഇനി നമുക്ക് ഇറച്ചിയിലൊക്കെ ചേർക്കാനായിട്ട് തേങ്ങ കൊത്തെടുക്കാൻ ഒരു പാടുമില്ല. ഈസി മെത്തേഡ്. ഇനി ഇതിൻ്റെ ആ ഒരു സ്കിന്ന് കളയണമെന്നുണ്ടെങ്കിൽ അത് നമുക്ക് കളയാം. കുറേയൊക്കെ ആ സ്കിന്ന് ഇളകിയിട്ടാണ് വരുന്നത്. അപ്പോൾ ഒന്ന് അത് കഴിഞ്ഞിട്ട് ഒച്ചിരി ഒന്ന് തണുത്ത് കഴിഞ്ഞിട്ട് നമ്മളൊരു കത്തി ആ ചിരട്ടയുടെ സൈഡിലൂടെ ഇങ്ങനെ ഒന്ന് ഓടിക്കുക, എന്നിട്ട് ഇളക്കിയെടുക്കുക. ഇത്രയേ ഉള്ളൂ പരിപാടി. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഊണ് സമയമൊക്കെ ആകുമ്പോൾ നമുക്ക് ധാരാളമായിട്ട് പായസത്തിലൊക്കെ ഇടാനായിട്ട് വേണ്ടേ തേങ്ങാക്കൊത്ത്, ചില മെഴുക്ക് വരട്ടി ഉണ്ടാക്കാം, പല കാര്യങ്ങളിലും. അപ്പോൾ വെജിറ്റേറിയൻ ഡിഷസിനും അതുപോലെ തന്നെ നോൺ വെജിനും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ് ഇതുപോലെ തേങ്ങാക്കൊത്ത്, തേങ്ങ അരിഞ്ഞത്. അപ്പോൾ ഇത്ര എളുപ്പത്തിൽ ചെയ്യാമെന്ന് മനസ്സിലായല്ലോ. ഉള്ളി തിങ്ങിച്ച് ഒരു അരമണിക്കൂർ ഇത് വെള്ളത്തിൽ കിടന്ന് തിളയ്ക്കണം. ആ ഒരു ജോലി മാത്രമല്ല, നമ്മുടെ ജോലിയല്ലല്ലോ, അത് തിളച്ചോളും. നമ്മളൊരു അടുപ്പിൽ ഇട്ടിരുന്നാൽ മതി. ഒരു സൈഡിൽ വെള്ളം നികക്കെ വെള്ളം വേണം, മുങ്ങിക്കിടക്കുന്നത്ര വെള്ളം. ദാറ്റ്സ് ഓൾ. അപ്പോൾ എന്ത് സുഖമായിട്ട് കട്ട് ചെയ്യാമെന്നറിയാം, എളുപ്പ പരിപാടി. അപ്പോൾ ഇനി ഇത് ചെയ്ത് നോക്കാം. അപ്പോൾ ഈ ടിപ്പ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കട്ടെ. എളുപ്പമാണിത്. അപ്പോൾ വീട്ടമ്മമാർക്ക് ഇത് ഭയങ്കര ഈസി ആയിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ അതുപോലെ ഇനി അരയ്ക്കണം എന്നുണ്ടെങ്കിൽ തന്നെ ഇതുപോലെ ആക്കി വെച്ചിട്ട് ചെറിയ ചെറിയ പീസസ് ആക്കിയിട്ട് ഇതുപോലെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക. എന്നിട്ട് എടുത്തിട്ട് പീസസ് ആക്കി മിക്സിയിലിട്ട് അരച്ചെടുക്കാം. നമ്മൾ ചിരകി കഷ്ടപ്പെടേണ്ട. തേങ്ങാപ്പാൽ എടുക്കാനാണെങ്കിലും അരപ്പുണ്ടാക്കാനാണെങ്കിലും ഒക്കെ അതും ഈസിയാണ്. എത്ര തിന്നായിട്ട് വേണമെങ്കിലും എടുക്കാം, തിക്കായിട്ട് വേണമെങ്കിലും എടുക്കാം. വെരി സ്മൂത്ത്. സാധാരണ നമ്മളൊരു തേങ്ങ കൊത്തിനെ പോലെ ഇത്രയും സ്പീഡിൽ നമുക്ക് ഇത്രയും സ്മൂത്തായിട്ട് കിട്ടില്ല. ഇതൊന്ന് വാട്ടിയെടുക്കുക എന്നൊക്കെ പറയുന്ന പോലെ ഉള്ള രീതിയിൽ കിട്ടിക്കഴിഞ്ഞു. മറ്റേ കുറച്ചുകൂടെ ഹാർഡായിരിക്കും നമ്മളിങ്ങനെ സാധാരണയായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ. ഈ മെത്തേഡിലല്ലാണ്ട് കുത്തി ഇളക്കി നമ്മൾ ചെയ്യില്ലേ പച്ചയ്ക്ക് തന്നെ, അങ്ങനെ ചെയ്യുമ്പോൾ ഇത്രയും സ്മൂത്തല്ല പീസസ് കട്ട് ചെയ്യാനായിട്ട്. ഇത് ഭയങ്കര ഈസി വർക്കാണ്. സോ ചെയ്ത് നോക്കുക. ഓക്കെ, ഇത് ഇങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ ചില കറീസിനൊക്കെ നമ്മളിങ്ങനെ ഇടില്ലേ വലിയ പീസസായിട്ട്. ഇതുപോലെ കവേഴ്സിൽ സൂക്ഷിക്കും. ഒരു ദിവസം ഇതിന് വേണ്ടിയൊക്കെ മാറ്റി വയ്ക്കുക, ഇങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്. കുറേ തേങ്ങ, ഇതിപ്പോൾ ഒരു തേങ്ങയാണ്, അതുപോലെ 2-3 തേങ്ങ ഇങ്ങനെ സെറ്റ് ചെയ്ത് വയ്ക്കാം. കുറേ കാര്യങ്ങളിങ്ങനെ ചെയ്യാമല്ലോ. തേങ്ങ ചിരകി വയ്ക്കണമെങ്കിൽ ചിരകി വയ്ക്കാം. ഇതുപോലെ ഹോൾ തേങ്ങ ഇളക്കി വയ്ക്കാം, കഷ്ണങ്ങളാക്കി വയ്ക്കാം. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ചെയ്ത് വെച്ചാൽ നമ്മുടെ ഡെയിലി കുക്കിംഗ് ആൻഡ് ഡെയിലി ലൈഫ് ഈസിയാകും. ഇന്ന് കാണിച്ച 8 കിച്ചൺ ടിപ്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കട്ടെ. അപ്പോൾ നിങ്ങൾക്കത് യൂസ്ഫുൾ ആയിരിക്കും എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഉണ്ടാക്കി നോക്കുക. നിങ്ങൾ ചെയ്യുന്ന സമയത്തൊക്കെ ഈ രീതിയിലൊക്കെ ചെയ്യുക. നിങ്ങൾക്ക് പറ്റുന്ന പോലെ സമയം എടുത്തിട്ട് ചില കാര്യങ്ങൾ സ്റ്റോർ ചെയ്യുക, അങ്ങനെയൊക്കെ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ കമൻറ്റ് ബോക്സിലേക്ക് വരിക. ഒരുപാട് നാളെ ഞാൻ കിച്ചൺ ടിപ്സൊക്കെ തന്നിട്ട്, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വെച്ച് ഇന്ന് അതിന് വേണ്ടി മാറ്റി വയ്ക്കുന്നു. അപ്പോൾ താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് കീപ്പ് ഓൺ വാച്ചിങ് ലക്ഷ്മി നായർ വ്ളോഗ്സ്. ലവ് യു ആൾ.